ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ഇവൻ. നമ്മൾ ഇന്ന് 1000 മുൻവർഷ ചോദ്യങ്ങൾ എന്ന സീരീസിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എന്തായിരുന്നു നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്? തിരുവിതാംകൂറിൽ ജനസംഖ്യ അനുപാതത്തിൽ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ആര് നടത്തിയത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവാസ് എന്നിവർ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം. എവിടെ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്? നിയമസഭകളിലേക്കും അതുപോലെ സർക്കാർ നിയമനങ്ങളിലേക്കും സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭം. വർഷം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ഇതിനു വേണ്ടി രൂപീകരിച്ച സമിതിയായിരുന്നു സംയുക്ത രാഷ്ട്രീയ സഭ. ഏതാണ്? സംയുക്ത രാഷ്ട്രീയ സഭയായിരുന്നു നിവർത്തന പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതി എന്ന് പറയുന്നത്. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? സി കേശവൻ. ആരാണ്? സി കേശവൻ. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവൻ 1935 എന്നാണ് 1935 കോഴഞ്ചേരി, പത്തനംതിട്ടയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ പോലീസ് തടവിലാക്കുകയും ചെയ്തു. അപ്പോ 1935 കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ടത് ആരാണ്? സി കേശവനാണ്. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് 1936 എന്ത് രൂപീകരിക്കുന്നത്? ട്രാവൻകൂർ PSC രൂപീകരിക്കുന്നത്. അപ്പൊ PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭവും ഏത് തന്നെയാണ്? നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. കേരള PSC ഇന്നും നൽകുന്ന സംവരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നൽകുന്നത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളാണ് ആരൊക്കെ? സി കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ. ഇതിൽ ആരില്ല? കെ കേളപ്പൻ ഇതിൽ ഇല്ല. NV ജോസഫ്, PK കുഞ്ഞ്, സി കേശവൻ, CV കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, കെ കേളപ്പൻ. അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ശ്രദ്ധിക്കുക, ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ശ്രദ്ധിക്കുക, 1921 KPCC രൂപീകരിക്കുന്നു അല്ലെ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു 1925. KPCC അവരുടെ ആദ്യ സമ്മേളനം ചേർന്ന വർഷവും ഏത് തന്നെയാണ്? 1921 ആദ്യ സമ്മേളനം ചേർന്നത്. എവിടെ വെച്ചിട്ട്? ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. രണ്ടാം സമ്മേളനം നടക്കുന്നു 23 ആരുടെ അധ്യക്ഷതയിൽ? സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ. ഒന്നാം സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ടി പ്രകാശം അല്ലെങ്കിൽ തങ്കദുരൈ പ്രകാശം. അങ്ങനെ 1931 എന്നാണ്, ശ്രദ്ധിച്ചിരിക്കുക, 1931 KPCC അവരുടെ വടകര സമ്മേളനം ചേരുന്നു. KPCC വടകരയിൽ അവരുടെ സമ്മേളനം ചേരുന്നു. ഈ വടകര സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ആര്? സെൻഗുപ്ത. ആരാണ്? സെൻഗുപ്ത. ശ്രദ്ധിച്ചിരിക്കുക, ഈ സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. പാസാക്കിയതുമെല്ലാം എന്താണ്? 1931 വടകര സമ്മേളനത്തിലാണ്. അപ്പൊ ഈ 1931 വടകര സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഉച്ചതിരിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് ചേർന്നു, ഒരു സമ്മേളനം ചേർന്നു. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോ 1931 KPCCയുടെ വടകര സമ്മേളനം തന്നെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വനിതകൾ, ആ സമ്മേളനത്തിൽ, കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളായിരുന്നു ആരൊക്കെ? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ, AV കുട്ടിമാളു അമ്മ എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കളായിട്ട് അല്ലെങ്കിൽ പങ്കെടുത്ത ആളുകളായിട്ട് പറയുന്നത്. അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി വടകരയാണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം.
1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? നേരത്തെ പറഞ്ഞ ചോദ്യം വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെ അല്ലെ. 1921 KPCC എന്ത് ചെയ്ത് രൂപീകരിക്കുന്നത്? 1921 ജനുവരി 30 KPCC രൂപീകരിച്ചത്. ഓക്കെ, കോഴിക്കോടാണ് രൂപീകരിച്ചത്. KPCCയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? കെ മാധവൻ നായർ. ആരാണ്? കെ മാധവൻ നായർ ആയിരുന്നു KPCCയുടെ ആദ്യ സെക്രട്ടറി. KPCCക്ക് ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനം വരുന്ന വർഷമായിരുന്നു 1925. എന്നാണ് 1925 KPCCക്ക് ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനം വരുന്നത്. അപ്പൊ ആ സമയത്തെ ആദ്യ പ്രസിഡന്റും ആര് തന്നെയായിരുന്നു? കെ മാധവൻ നായർ തന്നെയായിരുന്നു ആദ്യ പ്രസിഡന്റ്. അപ്പൊ KPCCയുടെ ആദ്യ സെക്രട്ടറിയും ആദ്യ പ്രസിഡന്റും ആര് തന്നെയാണ്? കെ മാധവൻ നായർ തന്നെയാണ്. ക്ലിയർ ആയല്ലോ. അങ്ങനെ KPCC 1921 ജനുവരി 30 രൂപീകരിച്ച KPCC അവരുടെ ആദ്യ സമ്മേളനം ചേരുന്നു 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. എവിടെ വെച്ചിട്ട്? ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ആര്? ടി പ്രകാശം. പ്രകാശം എന്നാണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ടി പ്രകാശം അല്ലെങ്കിൽ തങ്കതുരൈ പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, സൗത്ത് കാനറ, ഗൂഡല്ലൂർ, മാഹി, നീലഗിരി, ലക്ഷദ്വീപ്, കൂർഗ് എന്നീ 9 പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സമ്മേളനമായിരുന്നു ഏത്? 1921 KPCC സമ്മേളനം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യകേരളം എന്ന ആശയം പ്രമേയമായി അവതരിപ്പിച്ച ആദ്യത്തെ സമ്മേളനമായിരുന്നു ഏത്? ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. ഐക്യകേരളം എന്ന ആശയം പ്രമേയമായി അവതരിപ്പിച്ച ആദ്യ സമ്മേളനം. അതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? ചോദ്യത്തിന് ഉത്തരം ടി പ്രകാശമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ട്രൂ ഇവനിൽ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, LP-UP അസിസ്റ്റന്റ്, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വിമൻ, സിവിൽ എക്സൈസ് ഓഫീസർ, BFA, ബെവ്കോ LD, 2027 LDC, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് ജയിലർ എന്നീ പരീക്ഷകൾക്കെല്ലാം പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രൂവിന്റെ മാത്രം പ്രത്യേകത? 24/7 മെന്റർഷിപ്പ് സപ്പോർട്ടാണ് ട്രൂ ഇവൻ പ്രൊവൈഡ് ചെയ്യുന്നത്. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകിച്ച് ഓൺലൈൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമാണ് തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും പെട്ടെന്നുണ്ടാവുന്ന ഡൗട്ടുകൾ അപ്പൊ തന്നെ സോൾവ് ചെയ്യാനും ഒരു ആളില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രൂ ഇവന്റെ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24/7 ആണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ടീച്ചേഴ്സും മെന്റേഴ്സും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നോട്ടിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഡെയിലി നമ്മൾ എന്തുണ്ട്? വൊക്കാബുലറി പഠിപ്പിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ശ്രദ്ധിക്കുക. 1909 എന്നാണ് 1909 കുമാരഗുരുദേവൻ രൂപീകരിച്ച സംഘടനയായിരുന്നു ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS എന്ന് പറയുന്നത്. ഓക്കെ, കുമാരഗുരുദേവന്റെ യഥാർത്ഥ പേരായിരുന്നു എന്ത്? പൊയ്കയിൽ യോഹന്നാൻ. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് ഏത് മതത്തിലായിരുന്നു? ക്രിസ്തു മതത്തിലായിരുന്നു. ക്രിസ്തുമതം ഉപേക്ഷിച്ചതിന് ശേഷം അവശത അനുഭവിക്കുന്ന ദളിതർക്ക് വേണ്ടി പൊയ്കയിൽ യോഹന്നാൻ രൂപീകരിച്ച സംഘടനയായിരുന്നു ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS എന്ന് പറയുന്നത്. ഓക്കെ, ഈ PRDS രൂപീകരിച്ചതിന് ശേഷമാണ് ഈ പൊയ്കയിൽ യോഹന്നാൻ എങ്ങനെ അറിയപ്പെട്ടത്? കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, പുലയൻ മത്തായി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്. ഓക്കെ, ഈ PRDSന്റെ ആസ്ഥാനമാണ് എവിടെ? ഇരവിപേരൂർ. അറിഞ്ഞിരിക്കുക കേട്ടോ. PRDSന്റെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. PRDSന്റെ മുഖപത്രമായിരുന്നു എന്ത്? ആദിയാർ ദീപം. PRDSന്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നവോത്ഥാന നായകനായിരുന്നു ആര്? പൊയ്കയിൽ യോഹന്നാൻ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥ നയിച്ച വ്യക്തിയും ആര് തന്നെയാണ്?
കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേരി യോഹന്നാൻ തന്നെയായിരുന്നു. ഓക്കെ, യുദ്ധവിരുദ്ധ ജാഥ. ഈ ജാഥയുടെ മുദ്രാവാക്യമായിരുന്നു സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. ഓക്കെ, അപ്പൊ PRDS രൂപീകരിച്ചത് കുമാരഗുരുദേവൻ. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ, അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 47 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏതൊക്കെയാണ് ശരി? വാഗ്ഭടാനന്ദൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വയലേരിൽ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. 1885 ജനിച്ച വ്യക്തിയായിരുന്നു വാഗ്ഭടാനന്ദൻ. അദ്ദേഹം മരിക്കുന്ന വർഷമാണ് 1939. അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, VK ഗുരുക്കൾ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു, കുഞ്ഞിക്കണ്ണൻ എന്നും അറിയപ്പെടുന്നു. ശ്രദ്ധിച്ചിരിക്കുക, അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരിൽ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതും ആര് തന്നെയായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. അദ്ദേഹം ജനിച്ച് കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്, 1906 തത്വപ്രകാശിക എന്ന് പറയുന്ന സംസ്കൃത സ്കൂൾ ആരംഭിക്കുന്നു ആര്? വാഗ്ഭടാനന്ദൻ. എവിടെയാണ്? കാരപ്പറമ്പ്, കോഴിക്കോട് കാരപ്പറമ്പാണ് തത്വപ്രകാശിക എന്ന് പറയുന്ന സംസ്കൃത സ്കൂൾ ആരംഭിക്കുന്നത് ആര്? വാഗ്ഭടാനന്ദൻ. 1914 ഇദ്ദേഹം ആരംഭിച്ച മാസികയായിരുന്നു ഏത്? ശിവയോഗി വിലാസം മാസിക. ശ്രദ്ധിക്കുക, 1914 ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടുന്നു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട്. ഓക്കെ, ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് 1914 ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടി. അതിനുശേഷം ഇദ്ദേഹം ആരംഭിക്കുന്ന മാസികയായിരുന്നു ഏത്? ശിവയോഗി വിലാസം എന്ന് പറയുന്ന മാസിക. ഓക്കെ, ശിവയോഗി വിലാസം എന്ന മാസികയുടെ പേര് പിന്നീട് മാറ്റുന്നു. എന്താക്കി മാറ്റി? ശിവയോഗവിലാസം. ശിവയോഗവിലാസം എന്നാക്കി മാറ്റുന്നു. ശിവയോഗി മാറി എന്തായി മാറി? ശിവയോഗവിലാസം എന്നാക്കി മാറ്റുന്നുണ്ട്. അതും ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1939 അദ്ദേഹം മരിച്ചു. പിന്നെങ്ങനെ 47 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തും? അപ്പോൾ അത് തെറ്റാണ്. ക്ലിയർ ആയല്ലോ. 1939 ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച മാസികയായിരുന്നു ഏത്? യജമാനൻ മാസിക. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. 6, വയനാട്ടിലെ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തൊരു കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരി ഉത്തരങ്ങളാണ്. ഓക്കെ, നോക്കാം നമുക്ക്. പഴശ്ശി കലാപം 1ഉം 2ഉം ഘട്ടങ്ങളിലായി നടക്കുന്ന പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച ഗോത്ര ജനതയായിരുന്നു ഏത്? കുറിച്യരും കുറുമ്പരും എന്ന് പറയുന്നത്. പഴശ്ശി രാജാവിനെ വകവരുത്തിയിട്ടും ബ്രിട്ടീഷുകാർക്ക് കുറിച്യരോടും കുറുമ്പരോടുമുള്ള ദേഷ്യം അടങ്ങുന്നില്ല. എങ്ങനെയും ബ്രിട്ടീഷുകാർക്ക് കുറിച്യരെയും കുറുമ്പരെയും വകവരുത്തണം. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഇവർ ചെയ്തിരുന്ന പരമ്പരാഗതമായ കൃഷിരീതിയായ വെട്ടിച്ചുട്ട് കൃഷിയുടെ അനുമതി നിഷേധിച്ചു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി കൃഷി ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, പോരാത്തതിന് അവരോട് ടാക്സ് പണമായി തന്നെ നൽകുവാനും ആവശ്യപ്പെട്ടു. യൂഷ്വലി ഇവരെങ്ങനെ ടാക്സ് കൊടുത്തിരുന്നത്? കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ അത് മാറ്റി എന്തായി? ടാക്സ് പണമായി തന്നെ നൽകുവാനായി ആവശ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ നൽകാത്ത വസ്തുക്കൾ സർക്കാരിലേക്ക് കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുകൂടി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനെതിരെ കുറിച്യരും കുറുമ്പരും അണിനിരന്നുകൊണ്ട് നടത്തിയ കലാപമായിരുന്നു ഏത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന നേതാവായിരുന്നു ആര്? രാമനമ്പി. പ്രധാന നേതാവ് രാമനമ്പിയാണ്. 1812 കലാപം ആരംഭിക്കുന്നത്. കുറിച്യർ കലാപത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? വെൺകലോൺ കേളു. ആരാണ്? വെൺകലോൺ കേളുവാണ് കുറിച്യർ കലാപത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക.
ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കോളനി വിരുദ്ധ ഗിരിവർഗ ഗോത്ര കലാപമാണ് ഏത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. എന്താണ് കോളനി വിരുദ്ധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കിപ്പോ, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ശരിയാണ്. നികുതി പണമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു, ഞാൻ പറഞ്ഞു. നികുതി അടയ്ക്കാൻ കഴിയാത്ത കൃഷിഭൂമികൾ പിടിച്ചെടുത്തു, ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ 4 എവിടെ വരും? ഡിയിൽ വരും. ദേ ഉത്തരം കിട്ടി. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. കേല ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. എല്ലാവർക്കും അറിയാം കേല ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേളപ്പനാണ് കേല ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. 1930 കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? കേളപ്പൻ. ഓക്കെ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നു എവിടെ? പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എവിടെയാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലവും ഏത് തന്നെയാണ്? പയ്യന്നൂര് തന്നെയാണ് രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പയ്യന്നൂര് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കി. ഓക്കെ, പിന്നീട് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഇതിന്റെ ഉത്തരം കേളപ്പനാണ് ട്ടോ. അടുത്ത ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സാമൂഹിക പരിഷ്കർത്താവ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തതായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, ഈ ഒരു സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരു പറഞ്ഞ വാചകമാണ് ഏത്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ആലുവയിലാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത്. ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഈ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജസ്റ്റിസ് സദാശിവ അയ്യർ. ആരാണ്? ജസ്റ്റിസ് സദാശിവ അയ്യർ. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. വരുന്ന വഴിയെല്ലാം നമ്മൾ പഠിച്ചു പോകും കേട്ടോ. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ് ഏത്? കേരളം അല്ലേ? ഏത് വർഷമാണ്? 2020 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? കൊല്ലത്തെ കുരീപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ആസ്ഥാനം കേട്ടോ. ഓക്കെ അല്ലേ? 9ാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? ശ്രദ്ധിച്ചിരിക്കുക, അവർണ ഹിന്ദുക്കൾക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ മതിലകത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരവും ഇത് തന്നെയാണ്, വൈക്കം സത്യാഗ്രഹം തന്നെയാണ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925. ക്ലിയർ ആയല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, അവർണർക്ക് വേണ്ടിയുള്ള സമരത്തിൽ അവർണരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവർണ ജാതിക്കാർ ചേർന്ന് നടത്തിയ ജാഥയായിരുന്നു ഏത്? സവർണ ജാഥ എന്ന് പറയുന്നത്. ഓക്കെ, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് എന്ത്? സവർണ ജാഥ നടത്തിയത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയ വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത് എവിടെ മുതൽ ഇടം വരെയായിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ നടത്തിയത്. 1924 നവംബർ 1 തുടങ്ങിയ ജാഥ നവംബർ 12 തിരുവനന്തപുരത്ത് ചെന്ന് കയറുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള എഴുതി തയ്യാറാക്കിയ 25,000 പേരൊപ്പിട്ട വൈക്കം സത്യാഗ്രഹത്തിന്റെ മെമ്മോറാണ്ടം അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിയമലംഘനമായിരുന്നു അല്ലെ? തീണ്ടാപ്പലക മറികടന്നുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് സഞ്ചാരപാതയിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു. ഓക്കെ, ഒരു തീണ്ടാപ്പലക വെച്ചിട്ടുണ്ട്. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ തീണ്ടാപ്പലക മറികടക്കാനായി 3 പേര് കൈ പിടിച്ചു വരും. ഓക്കെ, അങ്ങനെ ആദ്യ ദിവസം വന്ന 3 പേരായിരുന്നു ആര്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്ന് പറയുന്നവർ. കുഞ്ഞാപ്പി ഫ്രം എ പുലയ കമ്മ്യൂണിറ്റി, ബാഹുലേയൻ ഫ്രം ആൻ ഈഴവ കമ്മ്യൂണിറ്റി, ഗോവിന്ദപ്പണിക്കർ ഫ്രം എ നായർ കമ്മ്യൂണിറ്റി. എന്റെ സ്ട്രൈക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവര് സമരം നടത്തിയത്. അങ്ങനെ 1925 നവംബർ 23 603 ദിവസത്തിന് ശേഷം
വൈക്കം ക്ഷേത്രത്തിലെ ആ ഒരു 3 സഞ്ചാരപാത വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം അവർണ ഹിന്ദുക്കൾക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ വൈക്കം സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. മൊത്തം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നിലനിന്നത് കേട്ടോ, അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ്? ഓക്കെ, ശ്രദ്ധിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേത്ര പ്രവേശനമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് സാമൂതിരിയായിരുന്നു. ഓക്കെ, അങ്ങനെ സാമൂതിരിയോട് എല്ലാവരും ചേർന്ന് ഗാന്ധിജിയും ടാഗോറും അടക്കുന്ന ആളുകള് സാമൂതിരിയോട് പറഞ്ഞു, ഒരു ദിവസം ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞു. പക്ഷേ സാമൂതിരി അത് സമ്മതിച്ചില്ല. അങ്ങനെ KPCCയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയാണ് ചെയ്തത്. 1931 സമരം ആരംഭിച്ചത്. 1931 നവംബർ 1 സമരം ആരംഭിക്കുന്നു. പ്രധാന നേതാവ് KK കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു പ്രധാന നേതാക്കൾ. AKG ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യൻ തിരുമുമ്പുണ്ട്. ഓക്കെ, സത്യാഗ്രഹം അവസാനിക്കുന്നു 1932 ഒക്ടോബർ 2. സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് നിരാഹാരം കടന്ന വ്യക്തിയായിരുന്നു ആര്? കേളപ്പൻ. 1932 ഒക്ടോബർ 2 കേളപ്പൻ നിരാഹാരം അവസാനിപ്പിക്കുന്നു. കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ച് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം വിജയകരമായിരുന്നോ പരാജയമായിരുന്നോ? പരാജയമായ സത്യാഗ്രഹമായിരുന്നു ഏത്? ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശനം സാധ്യമായില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്